നമസ്കാരം. ഒരു ദിവസമെങ്കിലും ഈ CPM-നെയോ അനുബന്ധ സംഘടനകളെയോ പിണറായി വിജയനെയോ കുറിച്ച് എന്തെങ്കിലും നല്ല കാര്യം പറയാൻ കഴിയണേ എന്ന് ആത്മാർത്ഥമായും പലപ്പോഴും പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇവർ ചെയ്യുന്ന സമൂഹത്തിനും ജനങ്ങൾക്കും ദോഷമാകുന്ന കാര്യങ്ങളെയാണ് നമ്മൾ വിമർശിക്കുന്നത്. ഇതിപ്പോൾ വിമർശിച്ച് എനിക്ക് തന്നെ നാണക്കേടായി തുടങ്ങി. എന്നാൽ എങ്ങനെ പറയാതിരിക്കും? അത്തരത്തിലുള്ള കന്നം തിരിവുകളാണ് കാണിച്ചു കൂട്ടിവെക്കുന്നത്. ഇപ്പോൾ തന്നെ കുറ്റ്യാടിയിലെ മുൻ MLA-യും CPM സംസ്ഥാന സമിതി നേതാവുമായ KK ലതികയുടെ കാര്യം. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് വളരെ വിവാദമായ ഒന്നായിരുന്നു കാഫിർ വിവാദം. യൂത്ത് ലീഗ് നെടുമ്പ്രമണ്ണ എന്ന വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് യൂത്ത് ലീഗ് നേതാവ് PK മുഹമ്മദ് ഖാസിമിന്റെ പേരിലുള്ള സ്ക്രീൻഷോട്ടാണ് പുറത്തു വന്നത്. ഈ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ച സംഭവത്തിൽ KK ലതികയടക്കം 12 പേരെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു. ഇതിനുശേഷം പ്രൊഫൈൽ ലോക്ക് ചെയ്തിരിക്കുകയാണ് KK ലതിക. ഇതേക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് മറ്റൊരു കാര്യമാണ്. KK ലതിക മാത്രമല്ല, അവരുടെ ഭർത്താവും CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയുമായ P മോഹനനും മകൻ ജൂലിയസ് നികിദാസും പലതവണ വിവാദങ്ങളിൽ നിറഞ്ഞവരാണ്. മൂന്നാം വട്ടവും CPM-ന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയാണ് P മോഹനൻ. നിരവധി രാഷ്ട്രീയ കൊലപാതകങ്ങൾ കേരളത്തിൽ നടന്നിട്ടുണ്ടെങ്കിലും കൊല നടത്തിയ രീതിയും ക്രൂരതയും കൊണ്ട് കേരളത്തിന്റെ മനസാക്ഷിയെ ഞെട്ടിച്ച കൊലപാതകമാണ് RMP നേതാവ് TP ചന്ദ്രശേഖരൻ്റേത്. ഒഞ്ചിയം മേഖലയിൽ അടിക്കടിയുണ്ടായ RMP CPM സംഘടനത്തിനിടയിൽ P മോഹനന് മർദ്ദനമേറ്റിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് TP ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടതെന്നാണ്. ഈ കേസിൽ CPM നേതാക്കളായ CH അശോകനും KK കൃഷ്ണനും KC രാമചന്ദ്രനും പടയംകണ്ടി രവീന്ദ്രനും PK കുഞ്ഞനന്ദനുമൊപ്പം P മോഹനനെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഓർക്കാട്ടേരിയിലെ പൂക്കടയിൽ വെച്ച് P മോഹനൻ അടക്കമുള്ള CPM നേതാക്കൾ TP ചന്ദ്രശേഖരനെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയെന്നായിരുന്നു കേസ്. TP ചന്ദ്രശേഖരൻ വധക്കേസിന്റെ അന്വേഷണം ലോക്കൽ കമ്മിറ്റിയും ഏരിയ കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിയും കഴിഞ്ഞ് സംസ്ഥാന കമ്മിറ്റിയിലേക്ക് എത്തിയപ്പോൾ അന്വേഷണ സംഘത്തിനെതിരെ പാർട്ടി നേരിട്ട് തെരുവിലിറങ്ങിയ സാഹചര്യമുണ്ടായി. പിന്നീട് P മോഹനൻ ഉൾപ്പെട്ട ഗൂഢാലോചന കേസ് വ്യാജമാണെന്ന് കണ്ടെത്തിയ ഹൈക്കോടതി അയാളെ വെറുതെ വിട്ടു. കോടതിക്ക് ആവശ്യം തെളിവുകളാണല്ലോ. പ്രമുഖരായ രാഷ്ട്രീയ നേതാക്കൾ ശിക്ഷിക്കപ്പെട്ട ചരിത്രം കേരളത്തിലില്ലല്ലോ. ഇടമലയാർ കേസിൽ ശിക്ഷിക്കപ്പെട്ട R ബാലകൃഷ്ണപിള്ള മാത്രമാണ് ഇതിനൊരു അപവാദം. ഇത് P മോഹനന്റെയും KK ലതികയുടെയും കാര്യം. ഇനി ഇവരുടെ മകൻ ജൂലിയസ് നികിദാസിന്റെ കാര്യം കൂടി പറയാം. വിവാദങ്ങളുടെ ആശാനാണ് ജൂലിയസ് നികിദാസ്. ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് കോഴിക്കോട് മാവൂർ റോഡിൽ ഗോവ ഗവർണർ PS ശ്രീധരൻ പിള്ളയുടെ വാഹന വ്യൂഹത്തിലേക്ക് ജൂലിയസ് നികിദാസ് കാർ ഓടിച്ചു കയറ്റിയത്. P മോഹനന്റെ മകനായതുകൊണ്ട് വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല. 1000 രൂപ പിഴ ചുമത്തി അയാളെ പോലീസ് വിട്ടയച്ചു. മുമ്പും പലതവണ ജൂലിയസ് വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നവകേരള സദസ്സിൽ പങ്കെടുത്ത എഴുത്തുകാരി ഇന്ദു മേനോനെയും അധിക്ഷേപിച്ച് വിവാദമുണ്ടാക്കി ജൂലിയസ്. CPM ജില്ലാ കമ്മിറ്റി അംഗം KT കുഞ്ഞിക്കണ്ണൻ ഫേസ്ബുക്കിൽ പങ്കുവച്ച പോസ്റ്റിനു താഴെയാണ് സവർണ അശ്ലീലം മേനോത്തി ഉണ്ടല്ലോ എന്ന് ജൂലിയസ് കമന്റ് ചെയ്തത്. നവകേരള സദസ്സിൽ സമൂഹത്തിലെ പ്രമുഖരും പ്രതിപക്ഷ പാർട്ടി നേതാക്കളും പങ്കെടുക്കുന്നതിനെ വൻ വിജയമായി പാർട്ടിയും സംസ്ഥാന സർക്കാരും ഉയർത്തി തള്ളുമ്പോഴായിരുന്നു പാർട്ടി സെക്രട്ടറിയുടെ തന്നെ മകൻ അധിക്ഷേപവുമായി രംഗത്തെത്തിയത്. ഇത് പാർട്ടിക്കുള്ളിൽ തന്നെ എതിർപ്പുണ്ടാക്കുകയും ചെയ്തു. ഇപ്പോൾ വിവാദമായിരിക്കുന്ന കാഫിർ സ്ക്രീൻഷോട്ടിന് പിന്നിലും ജൂലിയസ് നികിദാസിന്റെ നേതൃത്വത്തിലുള്ള സൈബർ സംഘമാണെന്നാണ് റവല്യൂഷണറി യൂത്ത് ആരോപിക്കുന്നത്. ഒരു കുടുംബത്തിലെ അച്ഛനും അമ്മയും മകനും എല്ലാം ഇങ്ങനെയാകുമ്പോഴാണ് ഇതൊക്കെ പറയേണ്ടി വരുന്നത്. സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ച സംഭവത്തിൽ KK ലതികയ്ക്കെതിരെ കേസെടുക്കണമെന്ന യൂത്ത് കോൺഗ്രസും യൂത്ത് ലീഗും ഉൾപ്പെടെ പരാതി നൽകിയിട്ടുണ്ട്. സ്ക്രീൻഷോട്ടിന്റെ പിന്നിൽ ആരാണെന്ന് കണ്ടെത്തുന്നവർക്ക് 10 ലക്ഷം രൂപ ലീഗ് ഇനാം പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ പ്രതിസ്ഥാനത്ത് CPM-നോ സർക്കാരിനോ വേണ്ടപ്പെട്ട ആരെങ്കിലും വന്നേക്കാവുന്ന എല്ലാ കേസുകളിലേതും പോലെ ഈ കേസിന്റെ അന്വേഷണവും പാതിവഴിയിൽ നിലച്ചു. ഇതിൽ നിന്ന് കള്ളൻ കപ്പലിൽ തന്നെയാണെന്ന കാര്യം വ്യക്തമാണല്ലോ. മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലെയും നേതാക്കളോ കുടുംബാംഗങ്ങളോ സമൂഹത്തിനോ വ്യക്തികൾക്കോ ഇത്രയും ഭീഷണിയല്ല. CPM-ൽ മാത്രമേ ഉള്ളൂ ഇത്തരക്കാർ. പറഞ്ഞിട്ട് കാര്യമില്ല. ഇവരെയൊന്നും സഖാക്കൾ എന്ന് വിളിക്കാൻ മനസ്സ് വരുന്നില്ല. അന്തം കമ്മികൾ. ഈ അന്തം കമ്മികളെ സഹികെട്ട ജനങ്ങൾ തെരുവിലൂടെ ഓടിച്ചിട്ടടിക്കുന്ന കാലം ഒരുപാട് ദൂരെയൊന്നുമല്ല, അതുറപ്പാണ്.